ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പാരീസിലേക്ക് പോവാണ്. പാരീസിൽ പോയിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണണം. അതുപോലെ തന്നെ അവിടെ ഒരു ഗാലറീസ് ലഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളുണ്ട്, അവിടെ ഒന്ന് പോകണം. ഇപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ ഇൻറ്റീരിയർ. ഈ ട്രെയിനിൻ്റെ പേര് RER B എന്നാണ്. ഈ ട്രെയിൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പം ഞാനിപ്പോൾ കയറിയ സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനസാണ്. അപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ട് വരെ ഏകദേശം ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ പിടിക്കും എത്താനായിട്ട്. നമ്മളിപ്പോൾ പാരീസിലാണ് പോകുന്നത്. പാരീസിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 മിനിറ്റ്. ഷാർൽ ദി ഗോൾ എയർപോർട്ടിലാണ് നിങ്ങൾ വന്നിറങ്ങുന്നതെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഈ ട്രെയിനാണ് എടുക്കേണ്ടത്. ഈ ട്രെയിൻ 4 ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഈ പ്രദേശത്തെ സബർബൻ ഏരിയയെ കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണ് RER B. അങ്ങനെ ട്രെയിൻ എടുത്തു. ഞാൻ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ മരത്തിലൊന്നും ഒറ്റ ഇലയില്ല. ഞാനിപ്പോൾ കയറിയ സ്റ്റേഷൻ്റെ പേര് സാൻ റെമീലെ ഷെറൂസ് എന്നാണ്. ഈ സ്ഥലത്ത് ഇഷ്ടംപോലെ കുന്നുകളും മലകളും അതുപോലെ തന്നെ പുഴകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയായാലും നല്ല ഭംഗിയാണ് സ്ഥലങ്ങൾ കാണാനായിട്ട്. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരീസിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണുക, അതുപോലെ തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസും കാണുക. അതിന് ഞാൻ ആദ്യം ഗാലറി ലഫയറ്റിലേക്കാണ് പോയത്. ഗാലറി ലഫയറ്റ് ശരിക്കും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. 1894 ഇത് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 130 വർഷമായി. എല്ലാ കൊല്ലവും ഇവർ ഇതുപോലത്തെ കൂറ്റൻ ക്രിസ്മസ് ട്രീ ഇവിടെ വെക്കാറുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം എല്ലാ ക്രിസ്മസിനും ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. പാരീസ് നഗരത്തെ ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണല്ലോ വിളിക്കുന്നത്. ആ പേര് ചുമ്മാ കിട്ടിയതല്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ലോകോത്തര ലക്ഷറി ബ്രാൻഡുകളുടെ എല്ലാം ഔട്ട്ലെറ്റുകളുണ്ട്. ഗാലറി ലഫയറ്റിന് ഇന്ന് ലോകത്ത് പലയിടത്തായിട്ട് 70ഓളം സ്റ്റോറുകളുണ്ട്. ഈ മേൽക്കൂരയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കടയാണ് ഗാലറി ലഫയറ്റ് എന്നുള്ളത്. 1912 ഈ ഡോം ഇവിടെ സ്ഥാപിച്ചത്. ലഫയറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മോളാണ്. ഇത് 2 പാർട്ടായിട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രിഡ്ജിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇവിടുത്തെ വ്യൂ നോക്കി അടിപൊളിയല്ലേ. ഈ നേരെ കാണുന്നത് പലേ ഗാർണിയെ. ഇതൊരു ഒപ്പേറ തിയേറ്ററാണ്. ഗാലറി ലഫയറ്റിൽ നിന്ന് ഞാൻ നടന്നെത്തിയത് പ്ലാസ് വോന്തോമിലാണ്. ഇവിടെ 2 വലിയ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചുറ്റിനും കാണുന്നതെല്ലാം പണ്ടത്തെ കൊട്ടാരങ്ങളായിരുന്നു. ഇന്നതെല്ലാം ഹോട്ടലുകളും ലക്ഷറിയസ് ബ്രാൻഡ്സിൻ്റെ ഷോറൂമുകളുമാണ്. അങ്ങനെ ഞാൻ നടന്നെത്തിയത് ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ്. ഇവിടെ 2 കെട്ടിടങ്ങൾ അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ഗവൺമെൻറ് ഡെക്കറേറ്റ് ചെയ്തതല്ല കേട്ടോ. വേൾഡ് ഫേമസ് ലക്ഷറി ബ്രാൻഡായിട്ടുള്ള ഷാനലിൻ്റെ ഷോറൂമാണത്. ഈ കാണുന്നതാണെങ്കിൽ ഡിയോറിൻ്റെ ഷോറൂം. കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഇതിലും വലിയൊരു വഴി വേറെ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ എത്തിയത് പ്ലാസ് ദി ലാ കോൺകോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അതിലുപരി ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഈ ക്രിസ്മസ് മാർക്കറ്റ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയറിലാണ്, അതായത് ചത്തുരം. പാരീസിലെ ഏറ്റവും വലിയ സ്ക്വയറാണ് പ്ലാസ് ദി ലാ കോൺകോർഡ്. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു, ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ സുവനീറുകളുടെയും. ഇതൊരു ഫൗണ്ടെയിനാണ്. ഇതിൻ്റെ പേര് ഫൗണ്ടെയിൻ ഓഫ് ദ സീസ് എന്നാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഐഫിൽ ടവർ കാണാം. ഐഫിൽ ടവറിന് ഫ്രഞ്ചിൽ ടൂർ ഐഫൽ എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന്. ഇതാണ് അതിന് കാരണം. ഇതിൻ്റെ പേരാണ് ഒബെലിസ്ക്. ഇത് നിങ്ങൾ ഈജിപ്തിൽ കണ്ടിട്ടുണ്ടാവും. 1250 BC റമസീസ് രണ്ടാമൻ ലക്സർ ടെമ്പിളിൻ്റെ മുന്നിൽ പണിത 2 ഒബെലിസ്കിൽ ഒന്നാണ് ഇത്. റെഡ് ഗ്രാനൈറ്റിലാണ് ഈ ഒബെലിസ്ക് പണിതിരിക്കുന്നത്. 1830 ഒട്ടോമൻ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അലി പാഷയാണ് ഈ ഒബെലിസ്ക് ഫ്രാൻസിന് സമ്മാനമായി നൽകിയത്. 2 ഒബെലിസ്കുകൾ സമ്മാനമായി കൊടുത്തെങ്കിലും ഒരെണ്ണം മാത്രമേ ഫ്രാൻസിന് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ. അത് ആ കാലത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ പരിമിതികൾ കൊണ്ടാണ്. ഈജിപ്തിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഹൈറോഗ്ലിഫ്സ് ലിപി ഈ ഒബെലിസ്കിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ഒബെലിസ്ക് സമ്മാനിച്ച ഈജിപ്തിന് ഫ്രാൻസ് തിരികെ സമ്മാനമായി കൊടുത്തത് ഒരു ക്ലോക്കാണ്. ആ ക്ലോക്ക് ഇന്ന് കെയ്റോയിലെ മുഹമ്മദ് അലി മോസ്കിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് കെയ്റോ സിറ്റാഡൽ ക്ലോക്ക് എന്നാണ്. പ്ലാസ് ദി ലാ കോൺകോർഡിൽ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ലോകപ്രശസ്തമായ ഷോൺസ് എലീസെ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൻ്റെ ഇരുവശത്തും ലോകപ്രശസ്തമായ ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഷോറൂമുകളാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് ആർക്ക് ദ ട്രയംഫിലാണ്. പാരീസ് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് ആർക്ക് ദ ട്രയംഫ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഫ്രാൻസിലെ മറ്റൊരു കാഴ്ചയുമായി കാണാം. ബൈ.